പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാനൊരു യാത്ര പുറപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് ദിവസത്തെ യാത്രയാണ്. അധികം എത്രത്തോളം വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, എങ്കിലും ഒരു വീഡിയോ ചെയ്യാൻ ശ്രമിക്കുകയാണ് ഞാൻ. അപ്പോൾ അത് എല്ലാവരും ഒന്ന് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ അതിൻ്റെ നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടണൊക്കെ അമർത്തി മാക്സിമം അതൊന്ന് ഷെയർ ചെയ്ത് എല്ലാവരും ഒന്ന് കാണുക. അപ്പോൾ ഒരു യാത്രയാണ്. ഇപ്പോൾ ഞങ്ങളുള്ളത്, ഇപ്പോൾ ഞാൻ ഇന്നലെ രാത്രി ഇങ്ങനെ പോകുന്നതാണ്. ഇപ്പോൾ ബാംഗ്ലൂർ വന്നിരിക്കുന്നു. ബാംഗ്ലൂർ ടു ഹൈദരാബാദ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളാണ് ഇന്ന് വരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. നമുക്കിനി ഹൈദരാബാദിലേക്ക് 479 കിലോമീറ്റർ 7 മണിക്കൂർ കൊണ്ട് കവർ ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. എക്സ്പെർട്ട് ഡ്രൈവർ ഇവിടെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ബാംഗ്ലൂരിൽ നിന്ന് ഹൈദരാബാദിലേക്ക് പോകുന്ന അതിമനോഹരമായ ഹൈവേ നീണ്ടു നിവർന്നിങ്ങനെ പരവതാനി വിരിച്ച പോലെ കിടക്കുകയാണ്. നമ്മളിപ്പോൾ ബാംഗ്ലൂർ ഹൈദരാബാദ് ഹൈവേയിൽ കാണുന്ന കിയ മോട്ടോഴ്സിന്റെ മാനുഫാക്ചറിങ് യൂണിറ്റ് ആണ് ഈ കാണുന്നത്. കിയ മോട്ടോഴ്സിന്റെ മാനുഫാക്ചറിങ് യൂണിറ്റ് ബാംഗ്ലൂർ ഹൈദരാബാദ് ഹൈവേയിലാണ്. ഇത് ഈ മലകൾക്ക് മുൻപിലായിട്ട് അവർ പണിതുയർത്തിയിരിക്കുന്ന അതിമനോഹരമായ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ആണ് ഇത് കിയ. കേട്ടോ, ഇതിങ്ങനെ നീണ്ടു കിടക്കുകയാണ്. അവരുടെ മാനുഫാക്ചറിങ് ആൻഡ് അവരുടെ അഡ്മിനിസ്ട്രേഷൻ ഓഫീസും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. അറ്റം പേര് അവരുടെ ഓഫീസാണ്. നമ്മളൊരു പുതിയൊരു തോട്ടത്തിലേക്ക് വന്നിട്ടുണ്ട് ഇവിടെ. ആ തോട്ടം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. എന്നെ ഇത് കപ്പലണ്ടി ഇത് കപ്പലണ്ടിയാണ് നമ്മളിവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. കപ്പലണ്ടി വേണ്ട, ഈ കാണുന്നത് പച്ച കപ്പലണ്ടി. എന്നാ ഇത് പറഞ്ഞ പൊളിച്ചേ എന്റെ വിഷ്ണു പൊളിച്ചു നോക്കേ. നമ്മൾ കണ്ടേ ഇവിടെ കംപ്ലീറ്റ് ഇങ്ങനെ കപ്പലണ്ടി കൃഷി ചെയ്തിരിക്കുകയാണ്. കപ്പലണ്ടി അങ്ങ് അറ്റം വരെ കപ്പലണ്ടി കൃഷി ചെയ്തിരിക്കുന്നതാണ്. ഇത് കണ്ട, ഇത് കപ്പലണ്ടി പൊളിച്ച് എടുക്കുമ്പോ വരുന്നത്. യെസ്, ഇത് കണ്ട, ഇതാണ് കപ്പലണ്ടി ആയി വന്നിരിക്കുന്നതാണ്. ഇതാ ചേട്ടൻ ഇടോ ഓണർ നിങ്ങ താനാ യു ഇതാണ് ബ്രദർ. ഈ ചേട്ടന്റെ കൃഷിയാണ് ഈ കാണുന്നത്. വെണ്ട കൃഷി മുഴുവനും ഇത് കംപ്ലീറ്റ് വെണ്ടയാണ് ഈ കാണുന്നത്. ഈ വെണ്ട എല്ലാം ചേട്ടന്റെ ഉണ്ട്. ഇതൊക്കെ വെണ്ടക്ക ഇത്ര ചെറുപ്പത്തിൽ തന്നെ വെണ്ടക്ക ആയിരിക്കണതിനകത്ത് ഇപ്പൊ ഓൾറെഡി ഇതെല്ലാത്തിലും വെണ്ടക്ക ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതിപ്പോ ഈ ചേട്ടന്റെ ആണ്. ഈ കാണുന്നത് ചേട്ടന്റെ ബ്രദറിന്റെ ആണ് കപ്പലണ്ടി. ഓക്കെ ഏട്ടാ, താങ്ക് യു. അടുത്തൊരു തോട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. അതിമനോഹരമായ തോട്ടമാണ്. ആ തോട്ടത്തിന്റെ ഞാൻ കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ കാണുന്നത് മുസമ്പിയുടെ തോട്ടങ്ങളാണ്. മുസമ്പി തോട്ടങ്ങളാണ് ഈ കാണുന്നതല്ല. അപ്പൊ ഈ മുസമ്പി ഇങ്ങനെ കണ്ട നല്ല ലൈനായിട്ട് ഇങ്ങനെ അടുക്കി ഇങ്ങനെ വെച്ചിരിക്കണ. ഇങ്ങനെ അറ്റം വരെ ഏക്കർ കണക്കിന് സ്ഥലത്താണ്. ഇത് അപ്പുറത്തേക്കുണ്ട്. അവിടെയുള്ളതൊക്കെ നല്ലോണം വലുതായിരിക്കുന്ന മുസമ്പികളാണ്. ഇതെല്ലാം ചെറിയ പാകമായി വരുന്ന മുസമ്പികളാണ് ഈ കാണുന്നത്. ഇതെല്ലാം മുസമ്പിയാണ്. മുസമ്പികൾ ഇങ്ങനെ തോട്ടത്തിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാണ്. അപ്പൊ നിങ്ങൾ ഈ വഴിക്ക് പോവുകയാണെങ്കിൽ ഇത് വന്ന് കാണണം. നമ്മള് ഹൈദരാബാദ് ഇവിടുന്ന് 380 കിലോമീറ്റർ ദൂരം ഇനി നമുക്ക് പോകാനുണ്ട്. അപ്പൊ അതിന് മുമ്പിലാണ് ഈ കാണുന്ന നല്ല മനോഹരമായ ഒരു സിട്രിക് എന്നാണ് വിഷ്ണു പറഞ്ഞത്, സിട്രസ് ഗാർഡൻ എന്നാണ് ഇവിടെ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയാണ് സിട്രസ് ഗാർഡൻ. അപ്പൊ എല്ലാവരും വരിക, കാണുക. നമ്മളിപ്പോ ഹൈദരാബാദിൽ എത്തിയുള്ളൂ. ഹൈദരാബാദിൽ എത്തി റൂം എടുത്തു. റൂമിനകത്ത് കയറി. അപ്പൊ ഞങ്ങളിത് ട്രാവൽ ചെയ്ത 3 പേര് ഇവിടെ ഉണ്ട്.
അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ ഇനി ഭയങ്കര ക്ഷീണം ട്രാവൽ ചെയ്തതിന്റെ. അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് നാളെ പറയാം. അപ്പൊ അതുവരെയും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഗുഡ് നൈറ്റ്.